ശ്രീ എം ജയചന്ദ്രൻ, കെ ടി ജെയിംസിൻ്റെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. ഡി സി സി പ്രസിഡൻറ്റിനോട് പറയുന്ന വോയിസ് ക്ലിപ്പ് ഒരിടത്ത് ഒഴിച്ചിട്ടിട്ടുണ്ട്. അവരുടെ സീറ്റുകൾ കൂടി, അവരുടെ സ്ഥാനാർത്ഥികളെ കൂടി അറിഞ്ഞതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം. ആരാണ് ആ സ്ഥാനാർത്ഥി? വെൽഫെയർ പാർട്ടി. അതാരാണ്? ജമാഅത്തെ ഇസ്ലാമിയുടെ പാർട്ടി, മതരാഷ്ട്രവാദികൾ. അതെ അജിൻഷാദെ, ഈ വെൽഫെയർ പാർട്ടിക്ക് സീറ്റ് ഒഴിച്ചിടുക എന്നുള്ളത് അവര് നിലമ്പൂർ ഇലക്ഷൻ മുതൽ പരസ്യമാക്കിയ ഒരു സംഗതിയായി മാറി. ഇന്ന് അതിനപ്പുറത്തേക്ക് കടന്ന് സാക്ഷാൽ ലീഗിന്റെ അധ്യക്ഷനുണ്ടല്ലോ, തങ്ങൾ, പാണക്കാട് തങ്ങൾ, അദ്ദേഹം തന്നെ പറഞ്ഞ മറ്റൊരു കാര്യം, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ PV അൻവറുമായി UDF ധാരണ ഉണ്ടാക്കും. അപ്പോ മാധ്യമപ്രവർത്തകരുടെ ചോദ്യം അദ്ദേഹത്തോടുണ്ടായി, അല്ല അദ്ദേഹം വിമത സ്ഥാനാർത്ഥികളെ പലയിടത്തും നിർത്തിയിട്ടുണ്ടല്ലോ, അതൊക്കെ തികച്ചും സ്വാഭാവികമാണ്, ഞങ്ങൾ തമ്മിൽ അത് ഒത്തുതീർപ്പായിക്കോളാം എന്ന് പറയുകയും ചെയ്തു. അപ്പോ ഈ എന്താണ് ഉദ്ദേശം, മുന്നണി എങ്ങനെയാണ് കെട്ടിപ്പടുക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ വ്യക്തമാക്കുകയാണ് ആദരണീയനായ പാണക്കാട് തങ്ങൾ, ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ്. അപ്പോൾ എന്തിനാണിത്? അതും അദ്ദേഹം പറയുന്നുണ്ട്. അതും അദ്ദേഹം ഈ സാന്ദർഭികമായി തന്നെ മറുപടി പറയാണ്, എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്? ഐക്യജനാധിപത്യ മുന്നണിക്ക് അധികാരം ലഭിക്കണം, ഇതാണ് പ്രശ്നം. അപ്പോ ഈ ഐക്യജനാധിപത്യ മുന്നണി എന്ന UDF മുന്നണിക്ക് അധികാരം ലഭിക്കുക എന്നുള്ള ഒരു സിംഗിൾ പോയിന്റ് അജണ്ടയിലേക്ക് തങ്ങൾ എത്തിക്കഴിഞ്ഞുവെന്നും അതിനായി ഏത് മുള്ളു മുരട് മൂർഖൻ പാമ്പ് ആണെങ്കിലും അതൊക്കെ സ്വീകാര്യമാണ് എന്ന് നേതാക്കൾ തന്നെ പരസ്യമായി പ്രഖ്യാപിക്കുന്ന ലൈനിലാണ് ഇന്ന് കാര്യങ്ങൾ വരുന്നത്. അപ്പോഴാണ് ഇന്ന് തിരുവനന്തപുരം കോർപ്പറേഷന്റെ പ്രത്യേകിച്ചും പ്രചാരണം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി വൈകുന്നേരം മുഖ്യമന്ത്രി പ്രസംഗം ഉണ്ടായിരുന്നല്ലോ. അതില് നമ്മൾ ഇത് വെച്ച്, സംഗതി തെരഞ്ഞെടുപ്പാണല്ലോ അജിൻഷാദ്, എന്ത് പറഞ്ഞാലും എന്തിനാണ് തെരഞ്ഞെടുപ്പ് എന്നുള്ളത് ചോദിച്ചാൽ അത് പ്രാദേശിക സർക്കാരാണ്. പ്രാദേശിക സർക്കാരിലേക്ക് എത്രത്തോളമാണ് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്, ചെന്നെത്തിയിട്ടുള്ളത് എന്ന് ഇന്ന് അറിയണമെങ്കിൽ അതിന്റെ ഡെൻസിറ്റി ഏറ്റവും നന്നായിട്ട് അറിയുന്ന എവിടെയാണെന്നറിയാമോ? ആ പ്രാദേശിക സർക്കാരിൽ, പഞ്ചായത്തുകളിൽ, തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലാകെ എങ്ങനെ എത്രത്തോളം ജനകീയമായി കാര്യങ്ങൾ നടക്കുന്നതെന്ന് അറിയണമെങ്കിൽ അക്ഷയ സെന്ററുകൾ സന്ദർശിച്ചാൽ മതി. കാരണം അക്ഷയ സെന്ററുകളിൽ ചെന്നാൽ മതി ആൾക്കാര്. അവിടെ പഞ്ചായത്തിൽ പോയി അവിടെ പഴയ കാലത്തെ പോലെ കാത്തുകെട്ടി നിന്ന് അപേക്ഷ കൊടുത്ത്, ഫ്രണ്ട് ഓഫീസിൽ ചെന്ന് അപേക്ഷ കൊടുത്ത് അവര് തരുന്ന മറുപടി ഇന്ന ദിവസം വരുമെന്ന മറുപടിയും കാത്തുകെട്ടി കിടക്കേണ്ട ഒരാവശ്യവും വരാത്ത വിധം അത്രമേൽ സുതാര്യമായി വളരെ ട്രാൻസ്പെറന്റ് ആയി തദ്ദേശ സ്ഥാപനങ്ങൾ ജനകീയ സർക്കാരായി മാറുന്നത് എങ്ങനെ എന്നുള്ളതിന്റെ ഏറ്റവും തെളിവുറ്റ ഇടങ്ങളായി മാറുന്ന സ്ഥലങ്ങളാണ് അക്ഷയ കേന്ദ്രങ്ങൾ. അവിടെ തന്നെ കണ്ടാൽ അറിയാൻ കഴിയുന്നുണ്ട് കാര്യങ്ങൾ എങ്ങനെയാണ് എന്നുള്ളത്. പിന്നെ ഈ എന്താണ് ചെയ്തു പോകണം, താങ്കൾ തന്നെ ആദ്യം സൂചിപ്പിച്ചല്ലോ, നവംബർ 1-ന് പ്രഖ്യാപിച്ച അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി. ഇനിയിപ്പോ അടുത്ത 5 വർഷം കൊണ്ട് എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് തന്നെ LDF പ്രഖ്യാപിച്ചല്ലോ. അതിൽ ഏറ്റവും സുപ്രധാനമായ പ്രഖ്യാപനമായി എനിക്ക് അനുഭവപ്പെട്ടത് ഈ കേവല ദാരിദ്ര്യ വിമുക്ത കേരളം. അതിനെ എത്രയുമായിട്ട് ഇതിനകത്താണ് മനോരമ കുഞ്ചുകുറുപ്പ് എന്നുള്ളത് നമുക്കറിയാം, നമ്മൾ വായിച്ചിട്ടുള്ളതാണല്ലോ. കുഞ്ചുകുറുപ്പിന്റെ ആ പോക്കറ്റ് കാർഡും എങ്ങനെയാണ് കൈകാര്യം ചെയ്തതെന്നുള്ളത്. ഈ കേവല ദാരിദ്ര്യം വിമുക്തമാക്കും കേരളം എന്ന് LDFന്റെ പ്രകടനപത്രികയിൽ പറഞ്ഞതിനെ അത് കഴിഞ്ഞാൽ പിന്നെ പതിവ് ദാരിദ്ര്യമായിക്കൊള്ളുമല്ലോ എന്നാണ് കുഞ്ചുകുറുപ്പിന്റെ കമന്റ് വരുന്നത്. അപ്പൊ ഈ പതിവ് ദാരിദ്ര്യം എന്നുള്ളത് ഒരു സംജ്ഞ, അങ്ങനെ ഒരു പ്രയോഗം കേരളത്തിലോ ഇന്ത്യയിലോ ലോകത്തോ സാമ്പത്തിക സൂചകങ്ങളിൽ എവിടെയും ഇതുവരെ ഞാൻ കേട്ടിട്ടില്ല. ഇപ്പൊ അതിനെ സംബന്ധിച്ച് കൂടുതൽ അധ്യാപകനും കൂടെയായ അധ്യാപകനും കൂടെയായ ഡോക്ടർ സമ്പത്തിന് കൂടുതൽ പറയാൻ കഴിയുമായിരിക്കും. എന്താണ് ഈ കോമൺ പോവർട്ടി എന്ന് പറഞ്ഞാൽ, പതിവ് ദാരിദ്ര്യം എന്ന് പറയുന്നത്? ശരിയാണ്. ഇന്ന് ഒരു പ്രമുഖ പത്രത്തില് ഈ ഇത്തരം ദാരിദ്ര്യ ലഘൂകരണ പരിപാടികളെ, പദ്ധതികളെ, ജനകീയ പദ്ധതികളെ ഒക്കെ
ആക്ഷേപിക്കുന്ന തരത്തിലുള്ള ഒരു കാർട്ടൂണിൽ പ്രതിഫലിച്ച വളരെ നിരുത്തരവാദപരമായ ഒരു വിഷയമാണ് താങ്കൾ ചൂണ്ടിക്കാണിച്ചത്. ശരിയാണത്. ഞാൻ തിരിച്ചെത്താം അതിന്റെ രാഷ്ട്രീയത്തിലേക്കും അതിന്റെ സമഗ്രതയിലേക്കും. ഒരു കാര്യങ്ങളൊന്നും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. അത് ഈ കേവല ദാരിദ്ര്യം എന്ന് പറയുന്ന അബ്സല്യൂട്ട് പോവർട്ടിയാണ്, സമ്പൂർണ്ണ ദാരിദ്ര്യമാണല്ലോ അത്. ഈ അതിദാരിദ്ര്യം വിമുക്തമായി കഴിഞ്ഞ കേരളത്തിൽ പിന്നീട് ഈ അബ്സല്യൂട്ട് പോവർട്ടി, സമ്പൂർണ്ണ ദാരിദ്ര്യം അവശേഷിക്കുന്നുണ്ടെങ്കിൽ അവരെ, അത്തരം ആൾക്കാരെ 5 വർഷം കൊണ്ട് അതിൽ നിന്ന് മുക്തരാക്കുക എന്നുള്ള കർമ്മ പദ്ധതിയാണ് പ്രഖ്യാപിച്ചത്. അതിനെയാണ് പോക്കറ്റ് കാർട്ടൂൺ വഴി മലയാള മനോരമ എന്ന് പറയുന്ന മീഡിയ ഹൗസ് പരിഹരിക്കുന്നത്. ആർക്ക് വേണ്ടി? UDF വേണ്ടി. UDF വേണ്ടിയിട്ടാണല്ലോ അവർ നിലകൊള്ളുന്നത് തന്നെ. അപ്പൊ പക്ഷേ അവർ ആ ഒരു മീഡിയ ഹൗസ്, ഒന്നാം സ്ഥാനത്ത് തങ്ങൾ നിൽക്കുന്നു അവകാശപ്പെടുന്ന മീഡിയ ഹൗസ് ലോകത്തൊരിടത്തും ഇതുവരെ പറഞ്ഞു പോയിട്ട് പോലും ഇല്ലാത്ത ഒരു പുതിയ വിഭവം നമ്മുടെ മുമ്പിലേക്ക് വെച്ചു തരികയാണ്, പതിവ് ദാരിദ്ര്യം. ആ പതിവ് ദാരിദ്ര്യം എന്താണെന്നുള്ളത് വ്യക്തമാക്കാൻ മനോരമ തയ്യാറാകും എന്ന് നമ്മൾ വ്യാമോഹിക്കേണ്ടതൊന്നുമില്ല. പക്ഷെ ഇത്തരത്തിലുള്ള പരിഹാസങ്ങൾ ഇനി അത് ശകാരവുമാകാം, അങ്ങനെയും വരും ഇനി പിന്നാലെ. ഇതൊക്കെയാണ് ഇവരുടെ കയ്യിലുള്ള അട്ടിപ്പേറുകളായി കൊണ്ടുവരാൻ പോകുന്ന ഈ മൂല്യവത്തായ സാധനങ്ങൾ എന്ന് കാണിച്ചു തരികയാണ് മനോരമയുടെ പോക്കറ്റ് കാർട്ടൂൺ വഴി ഇന്ന് കേരളത്തോട് ചെയ്യുന്നത് എന്നതും കൂടെ ഞാൻ എടുത്ത് സൂചിപ്പിക്കുകയാണ് അവർ ചെയ്തത്. തീർച്ചയായും.